ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കട്ടപ്പന ഇരട്ടിയാറിലെ പഴങ്ങളുടെ പർദീസയായ മിറക്കിൾ ഫാമിലെ കാഴ്ചകളാണ്. നമ്മളുടെ കുറവലങ്ങാട് നിന്ന് ഈ മിറക്കിൾ ഫാം വരെയാണെങ്കിൽ 104 കിലോമീറ്റർ ആണ്ട് ദൂരവും, അതുപോലെ തന്നെ പെപ്പർ തെക്കൻ നഴ്സറി എന്നാണെങ്കിൽ 15 കിലോമീറ്ററാണ് ദൂരം. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മിറക്കിൾ ഗാർഡൻ്റെ ഒരു ആകാശ കാഴ്ചയാണ്. നമ്മളവിടെ ആരോ കാണിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലം. ഇതതിൻ്റെ പ്രവേശന കവാടമാണ്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പെപ്പർ തെക്കൻ നഴ്സറിയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ബ്രദറിലോ കൂടി വരുന്നു എന്ന് പറഞ്ഞു. ഇത് പ്ലാൻ ചെയ്തപ്പോഴാണ് ഓർത്തത് കൃഷി ലോകത്തെ അത്ഭുത കാഴ്ചകളുമായി ബിജു മിറക്കിൾ ഫാം കട്ടപ്പനയിലാണല്ലോ ഉള്ളതെന്ന്. എന്നാൽ അതും കൂടെ കണ്ടു കളയാമെന്ന് കരുതി ഞാനും മോനും ബ്രദറിലോയും പുള്ളിയുടെ ഒരു സ്റ്റാഫും കൂടിയാണ് ഈ ഫാം വിസിറ്റ് ചെയ്തത്. പഴച്ചെടികൾ വളർത്താൻ എയർപോർട്ടും നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന വിവിധതരം ആപ്പിൾ ചെടികളും വിവിധയിനം ഓറഞ്ച് ചെടികളും വിവിധയിനം പേരകൾ, മുന്തിരി എന്നു വേണ്ട പഴങ്ങളുടെ ഒരു പർദീസയാണ് ബിജുവിൻ്റെ മിറക്കിൾ ഗാർഡൻ. ഞാൻ 2 തവണ മൂന്നാർ കാന്തല്ലൂരിലെ സ്നോലൈൻ ഗാർഡൻ സന്ദർശിച്ചിരുന്നു. അതിനെയൊക്കെ കടത്തി വെട്ടുന്ന പഴങ്ങളുടെ കളക്ഷനാണ് ബിജുവിൻ്റെ മിറക്കിൾ ഗാർഡൻസിലുള്ളത്. ഈ വീഡിയോയിൽ ആദ്യം കൊമ്പടിഞ്ഞു കാഴ്ച കിടക്കുന്ന ഓറഞ്ച് തോട്ടത്തിലൂടെയും മുന്തിരി, മറ്റു വിധനം പഴങ്ങൾ, പിന്നെ വിധനം പഴവർഗ്ഗ തൈകൾ, അവയുടെ വിലയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇതൊക്കെ ആപ്പിളിൻ്റെ തൈകളാണ് അല്ലേ? ഇത് അതാണോ ഈ മാൻഡറിൻ ഓറഞ്ചാണോ? ഇത് തണുപ്പത്തല്ലാതെയും കായ്ക്കുമോ? 45 ഡിഗ്രി ഒക്കെ വരെയുള്ള ഏതാ? ഞങ്ങൾക്ക് പഴുത്ത ഓറഞ്ച് തരാമെന്ന് പറഞ്ഞാൽ അതിവിടെ അല്ല, വേറെ. ഓ ഇതൊക്കെ ആ കൂടെ നോക്കാം. എന്നല്ല നമുക്ക് പറഞ്ഞ് പറയുന്നത് കേട്ട് ആണോ? കാഴ്ച ഉണ്ടല്ലേ? ഇതെന്ത് വരാ? അർസാബൈ. ജ്യൂസ് അടിക്കാനുള്ള അർസാബൈ. ഇതും അത് തന്നെയാണോ? മാൻഡറിൻ തന്നെ. ഇതാണ് റെഡ് കളർ വരുന്ന പേരാ? ഓ ശരി. ഇതെല്ലാം അതേ പേരെയാ അല്ലേ?
ജോജി 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 ആണ് ടേസ്റ്റ് ചെയ്യാം. അതാണ് ഉള്ളതിൽ ഏറ്റവും പഴുത്തത്. ആ അങ്ങനെയുണ്ട്. ആണോ? പറഞ്ഞിട്ടോ ഇതേ കിടന്ന് പഴുത്തു പോയെന്ന് തോന്നുന്നല്ലേ പേരയ്ക്ക. ഓ ശരി. ഈ ഭാഗത്തുള്ള എല്ലാം മറ്റേ മാൻഡറിൻ ഓറഞ്ച് ആണോ? ഓറഞ്ച് ഇവിടം വരെയാ അല്ലേ? ഇത് മറ്റേ ഇതിൻ്റെ എന്നാ ആപ്പിളിൻ്റെ. ഇതെന്നാ ഒലീവ്. ഓ ഇത് വേറൊരു ഒലീവ് അല്ലേ? ഇപ്പുറത്തെ അല്ലേ കാക്കി ഫ്രൂട്ട്. അത് മധുരമുള്ളതാണോ എന്താ? അത് മധുരമുള്ള. പേഴ്സിമൺ അതാണോ? ഓക്കെ. യൂറോപ്പിലൊക്കെ ഉള്ള ഇത് പേഴ്സിമൺ ഉള്ള യൂറോപ്പിലുള്ള. ആബിയുടെ ഒക്കെ അവിടെ ഉണ്ട്. ആബി തവണ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഒരു സൈസ് എന്നാ വെച്ചാൽ ഒരു പിന്നെ അതിനെന്നാ പറയുന്നത് നമ്മൾ നല്ല ഇത് സോഫ്റ്റ് അല്ലാനും ഒരു കറിമുറ ഇരിക്കും. തക്കാളിയുടെ ഷേപ്പിലിരിക്കും. അതിങ്ങനെ ഈ പിന്നെ അല്ലി പോലത്തെ കാണും. അങ്ങനെ കമ്പിളി നാരങ്ങ ബബ്ലൂസ് എന്ന് പറഞ്ഞാണോ? ഇതോ ഓറഞ്ച് ആണ്. ഇത് ഇതിന് മധുരമുള്ള മുസമ്പി. മുസമ്പി കാഴ്ചയില്ലേ? കാഴ്ച ഉണ്ടോന്ന്? ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഉണ്ട്. ഇത് ഒലിവിൻ്റെ അല്ലേ? ഒലിവ് എന്നാത്തിന് നമ്മള് ഒലിവ് എണ്ണ കഴിക്കോ? കായ്ക്കകത്തുനിന്നാണോ അതിന്റെ എണ്ണ എടുക്കുന്നത്? ഒലിവ് എണ്ണ എടുക്കുന്നത് ആണോ? ചെറിയുടെ ലില്ലി ലില്ലിപ്പില്ലി. ഇതാണ് മാതളത്തിന്റെ. ഇതെന്തിന്റെ? സീഡ്ലെസ് ലെമൺ. ഇത് അല്ലേ? ഇതിന്റെ എന്നാ ഏത് കളറാ ഇത്? ഇത് ബ്ലാക്കാ. ടൈപ്പിംഗ് എന്നോ എന്നത്? ടൈക്കിങ്. വലിയതായിരിക്കും. ഇതൊക്കെയോ? ഇത്
ഓൾ സീസൺ ഓറഞ്ച്. ബെറീസ് ആണ്, ബ്ലൂബെറി. ഓ ഇതാണോ റാസ്ബെറി? ഈ അല്ല ഇങ്ങനെ ഇതല്ലേ റാസ്ബെറി? ആ ഇവിടെ പേരയൊക്കെ ആയിരിക്കും അല്ലേ ഇവിടുത്തെ? ലിച്ചി ലിച്ചി ഇവിടെ കായ്ക്കുമായിരിക്കും അല്ലേ? ഈ തണുപ്പുള്ളിടത്തല്ലാതെ കായ്ക്കുള്ളോ ലിച്ചി? ആ ഇതുവരെയായിട്ടും കായ്ച്ചിട്ടില്ല അല്ലേ? ആ ലിച്ചി നമ്മുടെ കാലാവസ്ഥയിൽ നല്ല തണുപ്പത്ത് കായ്ക്കുമെന്നാണ് പറയുന്നത്. അല്ലാത്ത കാലാവസ്ഥ വെച്ചാൽ എത്ര വലുതായാലും കായ്ക്കില്ല. ആ പുല്ലാസാൻ. ആ ഇത് കായ്ച്ചിട്ടുണ്ടല്ലേ? ആ എന്നാ റിയോ? ഇത് റിയോ ഗ്രാൻഡ്. ഓ ഇത് ബാരി സ്വീറ്റ് ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ചാണോ? ഓ പച്ച. അതെല്ലാം ഇതല്ലേ? അതെല്ലാം ആപ്പിളാ അല്ലേ? ഇത് പ്ലം. ആ ഇത് പ്ലം. നമുക്കെന്നാട്ടോ മേടിക്കണ്ടേ? നമുക്കെന്തൊക്കെ മേടിക്കണ്ടേ? എന്നാലും നമുക്ക് മുറ്റത്തോ വല്ലാണെങ്കിലും ഒരു ഓറഞ്ചും തത്തിയല്ലേ? ആപ്പിളും ഒരു ഓറഞ്ചും മേടിക്കണ്ട. അത്തി മേടിക്കുന്നു. അത്തി വലിയ ഇതാവിടാ. ഇതെന്നാ ഇത് മറ്റേ നമ്മുടെ സാധനമല്ലേ? നമ്മുടെ മക്കോട്ട മക്കോട്ട ഇത് എടുത്താണ്ടോ നമ്മളല്ലേ? ഇത് എടുത്തിട്ടുണ്ട്. പേരയുണ്ട്. ഇതെല്ലാം ആപ്പിളാണ്. നല്ല ടൈപ്പ് ആപ്പിളുണ്ട്. ഇതൊക്കെ ആപ്പിൾ ട്രീസാണ്. ഇതെല്ലാം ആപ്പിൾ തന്നെയാണോ? പിന്നെ ഓറഞ്ച് ഓ ഓ മൾബറി അത്തി. ഓ ഈജിപ്ഷ്യൻ അത്തി. നെല്ലി. ഓ ഓ റെഡ് കളറിൽ വരുന്നത്. അതൊക്കെ ഈ പിന്നെ ഇതാണോ ഓറഞ്ചാണോ? ഓ ശരി. വിയറ്റ്നാമിൻ്റെ. കാഴ്ച ഇവിടെ കാഴ്ച കിടപ്പുണ്ട്. ഓ ഇവിടെ ഉണ്ട് അല്ലേ? ഇത് മധുരമുള്ള ഓറഞ്ചാണോ? ആ ഓ മാൻഡറിൻ നല്ല ഓറഞ്ച്. ഓ എപ്പോഴും കായുള്ളത്. ഓ ആണ്.
ആ ആ മാൻഡ്രിൻ അല്ലേ, മാൻഡ്രിൻ. ആ ഇതെൻ്റെ തൈയാണോ? ഇതൊക്കെ എന്നാവില്ലേ? ചെറിയ തൈകൾ 350, 1500, 1300. ആ ഓറഞ്ച് ഉണ്ടോ വായിച്ചു കിടക്കുന്നത്? 350 തുടങ്ങി 1500 വരെയോ ഓറഞ്ചിൻ്റെ തൈകൾക്ക്? ആ അത് ഇതാ അല്ലേ എന്നാ ആപ്പിളിൻ്റെ? അതിനെന്തുമല്ലേ ആപ്പിൾ തൈക്കൊക്കെ? 500. അത് നല്ല ഈ ഉഷ്ണമേഖല പ്രദേശത്തും പിടിക്കും. ഓ ഇപ്പം പറിച്ചാൽ കിട്ടുമോ? വേറെ ഉണ്ടോ പറിച്ചു കാണിക്കോ? ആ ആ ഓക്കെ. ബാ ഇതെന്നാ ഇതിൻ്റെ പേരെന്നായിരുന്നു പറഞ്ഞ്? ലെമൺ വൈൻ. ആ മാവാണ്. അവിടെ എന്തൊക്കെ തൈകളുണ്ടല്ലോ? റെഡ് ഐവറി. ആ നമ്മുടെ നാട്ടിൽ ഈ ചൂട് കാലാവസ്ഥ കഴിക്കുന്ന അതൊക്കെ എന്തിൻ്റെ ആ തൈ? ഓ സ്റ്റാർ ഫ്രൂട്ട്. ഓ ഈ ഇതിൻ്റെ ഇവിടെ കാണുന്ന ഇത് അല്ലേ? ആ അത് ഓ ഇതാണ് അവക്കാഡോ ഈ കാണുന്നത്? ഇത് അവക്കാഡോ. ഇതോ? ആ കൊക്കോയാ. നെല്ലി പുളി. ഓ ഓ ആ ചിക്കു. എന്തോ? ഓ പേര് ടൈഫൈവും ടൈഫൈവും. ഓ സീഡ്ലെസ് ലെമൺ. ഇത് നന്നായിട്ട് കഴിക്കുന്നതാണോ സീഡ്ലെസ് ലെമൺ? ഓ ഇതിനൊക്കെ തയ്ക്കാനാവല്ലേ? 200. ഇതെന്നെ മാവാ? ഓ ഇതാണ് മിയാസാക്കി. മിയാസാക്കിക്ക് എന്തുമല്ലേ? മിയാസാക്കി അല്ലേ ഭയങ്കര ജോലിയോടെ ഇരിക്കണം. ആ മിയാസാക്കി ഒന്നും മേടിച്ച് വെക്കാൻ സ്ഥലമില്ലല്ലോ, അതാണ് പ്രശ്നം. കാര്യം പിന്നെ ഇത് വൈറ്റ് ഞാവലാണോ? ഇത് വൈറ്റ് ഞാവലാണോ? ആ റംബുട്ടാൻ്റെ. ഏത് M18 ആണോ? ഇതൊക്കെ എന്തോ? ഞാവല് തന്നെ. ആ അത് അത്തിയായിരിക്കും. ഓ അതിപ്പം ഉണ്ടാക്കി വെച്ചതേ ഉള്ളായിരിക്കും അല്ലേ? വളർന്നു വരണം. ആ ഓ ഇത് ആ ഓ മുന്തിരി. ബാംഗ്ലൂർ റെഡ്. മുന്തിരികളെല്ലാം ആ തട്ടിന് മുകളിലൊക്കെ ആയിട്ടാണ് കാഴ്ച കിടക്കുന്നത്, കൂടുതലും ഇരിക്കുന്നത്. ബ്ലാക്ക് മുന്തിരിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.